ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IO എക്സാമിൻ്റെ ഒരു സിലബസ് ഡിസ്കഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം IOയുടെ സിലബസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിൽ സംഭവിച്ച പോലുള്ള ഒരു വലിയ മാറ്റം എവിടെ സംഭവിച്ചിട്ടുണ്ട്, IO എക്സാമിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ സിലബസ് ചേഞ്ച് ആയി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് വരാനിരിക്കുന്നത്, അല്ലെങ്കിൽ ഫുൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൊരു സിലബസ് ആണ് എന്നുള്ള കാരണം കൊണ്ട് പിന്നോട്ട് പോയ ആളുകളുണ്ട്. ശരിക്കും അങ്ങനെ പിന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഈ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ സിലബസിൽ കാര്യമായിട്ടുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിലൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിലബസ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരിക്കലും സിലബസിന്റെ ഡെപ്തോ അല്ലെങ്കിൽ സിലബസിലെ ടോപ്പിക്കുകളോ ഒരുപാട് കൂടുതലല്ല, 3 സബ്ജക്റ്റുകളിലേക്ക് സിലബസ് എന്ത് ചെയ്തിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ സിലബസ് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ഒക്കെ വന്നിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സിലബസിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റുകൾ മാത്രമേ വരുന്നുള്ളൂ. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ലേറ്റസ്റ്റ് സിലബസ് ആണ്. IO എക്സാമിന്റെ ലേറ്റസ്റ്റ് സിലബസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ കാറ്റഗറി നമ്പർ 30/2024 ആണ്. എക്സാം ഡേറ്റ് ഒക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. യെസ്, ഫെബ്രുവരി 18 നമുക്ക് ഈ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സാമിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 സബ്ജക്റ്റുകളാണ്. അതായത് 3 സബ്ജക്റ്റുകളാണ്, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. അപ്പോൾ അതിൽ മാത്തമാറ്റിക്സിൽ നിന്ന് 40 മാർക്കാണ് വരുന്നത്. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ നിന്ന് 30 മാർക്ക്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിൽ നിന്ന് 30 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇതിൽ റാങ്ക് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് മോസ്റ്റ്ലി മാത്തമാറ്റിക്സിലെ ഈ 40 മാർക്ക് തന്നെയായിരിക്കും. കാരണം 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ എക്സാമിനേഷനിൽ നിങ്ങൾ 40 മാർക്കിൽ എത്ര സ്കോർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ കൃത്യമായിട്ട് തിയറി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ കഴിയുക. സോ ഡെഫിനറ്റ്ലി നന്നായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ഇതിന് പര്യാപ്തമാണോ എന്നുള്ളത് നമുക്ക് സിലബസ് ഡിസ്കഷന് ശേഷം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരെ എന്ത് ചെയ്യാം, സിലബസിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു 40 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. സോ ഈ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് 8 മാർക്കിന്റെ മൊഡ്യൂളാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. ഈ ആദ്യത്തെ മൊഡ്യൂൾ നമ്മൾ നോക്കുന്ന സമയത്ത് ലീനിയർ അൾജിബ്രയാണ് വരുന്നത്. അപ്പോൾ അതിൽ മെട്രിക്സ് അൾജിബ്ര വരുന്നുണ്ട്. അതായത് മെട്രിക്സിന്റെ അഡീഷന്, സബ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്, റോ എക്കിലോൺ ഫോം ആൻഡ് റാങ്ക് ഓഫ് എ മെട്രിക്സ്, ഇതിനൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ, അതേപോലെ തന്നെ റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചോദ്യങ്ങൾ എവിടെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയും അതേപോലെ തന്നെ ഒരു ബേസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാനുള്ള പ്രധാന കാരണം അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് വന്ന അതേ സിലബസ് തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IO എക്സാമിന് വന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റെഫറൻസ് ആക്കി വെക്കാം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ തിയറം ഫോർ ലീനിയർ സിസ്റ്റംസ് വന്നിട്ടുണ്ട്. ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ്, അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ സെക്കൻഡ് മൊഡ്യൂൾ 12 മാർക്കിന്റെ മൊഡ്യൂളാണ്. കാൽക്കുലസ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് വിളിക്കാം. നിങ്ങൾക്കറിയാം മാത്തമാറ്റിക്സിലെ ഏറ്റവും കോർ ആയിട്ടുള്ള പോർഷൻ ആണ് കാൽക്കുലസ്. ഇവിടുന്ന് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ വന്നിരിക്കുന്നത് ഫംഗ്ഷൻസ് ഓഫ് സിംഗിൾ വേരിയബിൾ, ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഇവിടുന്നൊക്കെ ചോദ്യം ഉണ്ട് കേട്ടോ. ലിമിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, കണ്ടിന്യൂറ്റി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഡിഫറൻഷ്യബിലിറ്റി, അതേപോലെ മീൻ വാല്യൂ തിയറം. ഓക്കെ, മീൻ വാല്യൂ തിയറത്തിന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എക്സാമിന് വന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള തിയറം ആണ് കേട്ടോ ഇതൊക്കെ. അതേപോലെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ്, ഇതിനെ ബേസ് ചെയ്തിട്ട് വരെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു ഫംഗ്ഷൻസ് ഇൻക്രീസിങ് ആണെങ്കിൽ എന്താണ് അതിന്റെ ഡെറിവേറ്റീവ് f'(x) എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ. സോ അതൊക്കെ ആ ഒരു ബേസിക് കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് വരെ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് വന്നിട്ടുണ്ട്. അതേപോലെ മാക്സിമ ആൻഡ് മിനിമ, ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ആൻഡ് ഇംപ്രോപ്പർ ഇന്റഗ്രൽസ്. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാൽക്കുലസിന്റെ എല്ലാ കോർ പോർഷൻസും വരുന്നുണ്ട് എന്നുള്ളതാണ്. ലിമിറ്റ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷിയേഷൻ, അതേപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസ്, ഇൻറ്റഗ്രേഷൻ, അതിൻ്റെ അപ്ലിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്. അതേപോലെ ഇവാലുവേഷൻ ഓഫ് ഏരിയ യൂസിങ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ അറിയാവുന്ന ടോപ്പിക് തന്നെയാണ്. ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ഫംഗ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് വരുന്നുണ്ട്. ദെൻ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്രോക്സിമേഷൻസ് വരുന്നുണ്ട്. ചെയിൻ റൂള്, ടോട്ടൽ ഡെറിവേറ്റീവ്, മാക്സിമ ആൻഡ് മിനിമ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ, മാക്സിമ ആൻഡ് മിനിമ ഒക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് കേട്ടോ. അതേപോലെ ഡബിൾ ആൻഡ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽസ്, ഇവാലുവേഷൻ ഓഫ് ഏരിയ
യൂസിങ് ഡബിൾ ഇൻ്റഗ്രൽസ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നതാണ്, ഈ ഒരു ടോപ്പിക്കിന്റെ ഈ ഒരു മൊഡ്യൂളിന്റെ അണ്ടറിൽ വരുന്നതാണ്. സോ മൊഡ്യൂൾ 1 ഏറ്റവും ഈസി ആയിട്ടുള്ള മൊഡ്യൂളാണ്. പക്ഷേ മൊഡ്യൂൾ 2 ആണ് മാത്തമാറ്റിക്സിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത്. നമ്മൾ കൂടുതൽ സമയം എടുത്ത് പഠിക്കേണ്ടതും ഈ മൊഡ്യൂൾ 2 തന്നെയായിരിക്കും. കാരണം മൊഡ്യൂൾ 2 ഒരുപാട് ചോദ്യങ്ങൾ 12 മാർക്ക് വെയിറ്റേജ് മൊഡ്യൂൾ 2 നിന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് മൊഡ്യൂൾ 3 എന്താ വന്നിരിക്കുന്നത് നോക്കാം. മൊഡ്യൂൾ 3 നമ്മൾ നോക്കുകയാണെങ്കിൽ കാൽക്കുലസിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൽ ഫസ്റ്റ് ഓർഡർ ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഉണ്ട് ഇക്വേഷൻസ് ഉണ്ട്. സെക്കൻഡ് ഓർഡർ ലീനിയർ ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്, അതായത് ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ യൂളർ കോഷി ഇക്വേഷൻസ് വരുന്നുണ്ട്. ഇനീഷ്യൽ ആൻഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ്. അപ്പോൾ ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ 4 മാർക്കിന്റെ വെയിറ്റേജ് വന്നിട്ടുണ്ട്. സോ കാൽക്കുലസിൽ നിന്ന് ശരിക്കും 12 + 4 16 മാർക്കിന്റെ വെയിറ്റേജ് കാൽക്കുലസിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നാലാമത്തെ മൊഡ്യൂൾ കാൽക്കുലസ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 4 എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും വരുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമാണ് ഈ ഒരു മൊഡ്യൂളിൽ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. അപ്പൊ ഈ മൊഡ്യൂളിന്റെ ഒരു പ്രത്യേകത, ഇതിൽ അത്യാവശ്യം ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു മൊഡ്യൂളാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്ത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ മാത്തമാറ്റിക്സിലെ ഒരു ഏരിയനാണ് ഈ പ്രോബബിലിറ്റിയും അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും. അപ്പൊ പ്രോബബിലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ മീൻ, മീഡിയൻ, the mode and standard deviation, correlation, curl Pearson correlation coefficient, അതേപോലെ linear regressions, probability, conditional probability. So conditional probability ഒക്കെ ബേസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം conditional probability P of A given B എന്ന് പറയുന്നത് conditional probabilityയുടെ ബേസിക് ഇക്വേഷൻ ആണല്ലേ, P of A intersection B divided by P of B. അതേപോലെ തന്നെ ഇതിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, ഡിപെൻഡന്റ് ഇവന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ എന്താണ്, പി ഓഫ് എ ഗിവൺ ബിയുടെ വാല്യൂ എന്തായിരിക്കും, പി ഓഫ് എ. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരെ, എത്ര സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരെ ഈ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബേസ് തിയറം അല്ലെ, ബേസ് തിയറം എന്നൊക്കെ എത്തുന്ന ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അതേപോലെ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് വരുന്നുണ്ട്. അത് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക്, അതായത് പ്രോബബിലിറ്റിന്റെ ഒരു എന്താ പറയുക, പ്രോബബിലിറ്റിന്റെ ഒരു അപ്ലിക്കേഷൻ ലെവലുള്ള ഒരു ഏരിയ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കൂടി ഒരു അപ്ലിക്കേഷൻ ആണ് അവിടെ വരുന്നത്. അതിൽ എക്സ്പെക്ടേഷൻസ്, മീൻ ആൻഡ് വേരിയൻസ് പഠിക്കാണ്ട്, ദെൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട്. ദെൻ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻസ്, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ്, ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ്, എക്സ്പെക്ടേഷൻ ഓഫ് മൾട്ടിപ്പിൾ റാൻഡം വേരിയബിൾസ്. ഈ എക്സ്പെക്ടേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ റാൻഡം വേരിയബിൾ ആൻഡ് സെൻട്രൽ ലിമിറ്റ് തിയറം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വന്നിട്ടുണ്ട്. സോ ഇത് 12 മാർക്കിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊഡ്യൂളാണ്. നിങ്ങൾക്ക് 12 സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്, കൺഫേം ആയിട്ട് പറയാൻ പറ്റും. സോ ഈ 12 മാർക്കും ലീനിയർ ആൽജിബ്രയിലെ 4 മാർക്കും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ 4 മാർക്കും അതേപോലെ കാൽക്കുലസിലെ 12 മാർക്കും ചേരുമ്പോൾ 40 മാർക്ക് ആകുകയാണ്. സോ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഈ കോമ്പറ്റീഷനിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്ന സബ്ജക്റ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കഴിഞ്ഞ എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, ലാസ്റ്റ് നടന്ന എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇനി മാത്സിൽ വരുന്ന അടുത്ത മൊഡ്യൂൾ 5 ആണ്. അപ്പൊ ഇവിടെ ന്യൂമറിക്കൽ മെത്തേഡ്സുകളാട്ടോ നമുക്ക് വരുന്നത്. കുറച്ചൊരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള മൊഡ്യൂൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ബേസിക്സ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അതേപോലെ പ്രോബ്ലത്തിൽ അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇതിൽ ന്യൂമറിക്കൽ സൊല്യൂഷൻ ഓഫ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ അൽജിബ്രൈക് ഇക്വേഷൻസ് വരുന്നുണ്ട്. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് വന്നിട്ടുണ്ട്. അതേപോലെ റെഗുലർ ഫാൾസി മെത്തേഡ് വന്നിട്ടുണ്ട്. ഇന്റർപൊളേഷൻ ഓഫ് ഫൈനൈറ്റ് ഡിഫറൻസസ് വന്നിട്ടുണ്ട്. ന്യൂട്ടൺസ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡിഫറൻസ് മെത്തേഡ് വന്നിട്ടുണ്ട്. ലെഗ്രാഞ്ചസ് മെത്തേഡ് വന്നിട്ടുണ്ട്. ന്യൂമറിക്കൽ ഇന്റഗ്രേഷൻ, അതേപോലെ ട്രപ്പിസോയിഡൽ റൂൾ ആൻഡ് സിംപ്സൺസ് 1/3 റൂൾ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു മൊഡ്യൂളിൽ വന്നിട്ടുണ്ട്. ന്യൂമറിക്കൽ മെത്തേഡ്സ് തന്നെയാണ് ഈ മൊഡ്യൂളിൽ വന്നിരിക്കുന്നത്. സോ അങ്ങനെ നമുക്ക് ഈ 5 മൊഡ്യൂൾസുകളിൽ നിന്നാണ് ടോട്ടൽ 40 മാർക്കിന് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൊഡ്യൂൾസ് എന്ന് പറയുന്നത് കാൽക്കുലസും അതേപോലെ പ്രോബബിലിറ്റിയും ആണ്. അതിനുശേഷം നിങ്ങൾക്കറിയാം ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ലീനിയർ അൽജിബ്ര, പിന്നെ ഈ ന്യൂമറിക്കൽ മെത്തേഡ്സോട് ചേരുമ്പോഴാണ് ടോട്ടൽ 40 മാർക്കിലേക്ക് എത്തുന്നത്. സോ മാത്സ് എന്ന് പറയുന്നത് ഈ കോമ്പറ്റീഷനിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് മാറും. സോ ഡെഫിനറ്റ്ലി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവുക, അടുത്ത ടോപ്പിക്കിലേക്ക്, അതായത് അടുത്ത പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആണ്.
അഗെയിൻ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഡെപ്ത് ഉള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്നുള്ളതിനേക്കാൾ തിയറി സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് വരാൻ സാധ്യതയുള്ളത്. സോ അതിൽ മൊഡ്യൂൾ 1 നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്ലൈഡ് ഒപ്റ്റിക്സ് ആണ്. അതിൽ തന്നെ ലേസർ ആൻഡ് അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഫൈബർ ഒപ്റ്റിക്സ്, അതിൽ സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ, ഗ്രേഡഡ് ഇൻഡെക്സ് ഫൈബർ, അക്സെപ്റ്റൻസ് ആംഗിൾ, ന്യൂമറിക്കൽ അപ്പർച്ചർ, ഫൈബർ സെൻസേഴ്സ്, അതേപോലെ ഫൈബർ ഒപ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ ഫോട്ടോണിക്സ്, LED ആൻഡ് സോളാർ സെല്ല്, ഇതൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ ആദ്യത്തെ മൊഡ്യൂൾ. നിങ്ങൾക്കറിയാം 10 മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ അപ്ലൈഡ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന മൊഡ്യൂൾ തന്നെയാണ് ഈ ഒരു മൊഡ്യൂൾ. ഇനി നമ്മൾ മൊഡ്യൂൾ 2ലേക്ക് വരികയാണെങ്കിൽ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ്. ഇത് അത്യാവശ്യം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെ ആയിരിക്കും അല്ലേ, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. എസ്പെഷ്യലി ഇലക്ട്രോണിക്സുകാർക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണിത്. അപ്പോൾ അതിൽ സെമി കണ്ടക്ടേഴ്സ്, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, PN ജംഗ്ഷൻ, എനർജി ബാൻഡ്, ബയാസിംഗ് ഓഫ് PN ജംഗ്ഷന്, അതേപോലെ IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PN ജംഗ്ഷന്, അതേപോലെ സൂപ്പർ കണ്ടക്ടേഴ്സ് അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതേപോലെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ ഫീൽഡ്, അതേപോലെ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, മെയ്സ്നസ് എഫക്ട്, അതേപോലെ BCS തിയറി, അപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഇത് ഈ ഒരു സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ ഇത്രയാണ് വരുന്നത്. അപ്പോൾ നോക്കിയാൽ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് നിന്നും 10 മാർക്ക് വന്നിട്ടുണ്ട്. മൊഡ്യൂൾ 1 ആയിട്ടുള്ള അപ്ലൈഡ് ഒപ്റ്റിക്സിൽ നിന്നും 10 മാർക്ക് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ 10 മാർക്ക്, ഒരു 10 മാർക്ക് കൂടി ഇതിൽ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾ 3യിൽ നിന്നാണ്. അക്വസ്റ്റിക് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്വസ്റ്റിക് വേവ്സ് വരുന്നുണ്ട് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി, അതേപോലെ അക്വസ്റ്റിക് അബ്സോർപ്ഷന്, ദെൻ റിവർബറേഷൻ ടൈം, അതേപോലെ സാബിൻസ് ഫോർമുല, അതേപോലെ തന്നെ അക്വസ്റ്റിക് ഓഫ് ബിൽഡിങ്സ്, ദെൻ അൾട്രാസോണിക്സ്, അതേപോലെ അതിന്റെ അപ്ലിക്കേഷൻസ്, സോണാർ, അതേപോലെ NDT, ദെൻ മെഡിക്കൽ അപ്ലിക്കേഷൻസ് ഒക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു മൊഡ്യൂൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 മൊഡ്യൂൾസുകളിലായിട്ട് 10 മാർക്ക് വീതമുള്ള 3 മൊഡ്യൂൾസിലായിട്ട് 30 മാർക്കാണ്. ഇതിൽ 30 മാർക്കും മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യാൻ ടാർഗറ്റ് ചെയ്യണം. ഫിസിക്സിലും കെമിസ്ട്രിയിലും മാർക്ക് ഒരു കാരണവശാലും കുറയാൻ പാടില്ല. കാൽക്കുലസിലോ അല്ലെങ്കിൽ മാത്സിലോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും അത് കവറപ്പ് ആവേണ്ടത് ഈ സബ്ജക്റ്റുകളിൽ നിന്നാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് വരികയാണെങ്കിൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ആണ്. സോ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്ന് പറയുന്നത് പ്യുവർ തിയറി സബ്ജക്റ്റ് ആണ് അല്ലേ, പ്യുവർ തിയറി സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 1ൽ വരുന്നത് കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അവിടെ നിന്നാണ് 10 മാർക്കിൻ്റെ മെറ്റീരിയൽസ് എന്ന്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നാനോ മെറ്റീരിയൽസ്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഡയമെൻഷൻസ് ആൻഡ് മെറ്റീരിയൽസ്, സിന്തസിസ് ബൈ സോൾ ജെൽ മെത്തേഡ് ആൻഡ് കെമിക്കൽ റിഡക്ഷൻ, ദെൻ കാർബൺ നാനോ ട്യൂബ്സ്, ഫുള്ളർനെസ്, അതേപോലെ തന്നെ ഗ്രാഫിൻ സ്ട്രക്ചർ വരുന്നുണ്ട്. അതേപോലെ അതിൻ്റെ അപ്ലിക്കേഷന്, ഇനി ഗ്ലാസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോമ്പോസിഷന്, അതിൻ്റെ പ്രോപ്പർട്ടി ഓഫ് സോഡ ലൈം ഗ്യാസ്, അതേപോലെ തന്നെ ഗ്ലാസ്, അതേപോലെ തന്നെ സേഫ്റ്റി ഗ്ലാസ്, ബോറോസിലിക്കേറ്റ് ഗ്ലാസ്, കളേർഡ് ഗ്ലാസ്. ഈ ഗ്ലാസിനെ കുറിച്ചാണ് ഇവിടെ വരുന്നതൊക്കെ ഗ്ലാസിനെ കുറിച്ചാണ്. അതേപോലെ ഫോട്ടോ സെൻസിറ്റീവ് ഗ്ലാസ് വരുന്നുണ്ട്. പിന്നെ സിമെന്റ്സ് എന്ന് പറയുമ്പോൾ സിമെന്റ്സിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് സിമെന്റ്, ഇൻഗ്രീഡിയന്റ് ആൻഡ് ദ റോള്, അതേപോലെ മാനുഫാക്ചർ ഓഫ് സിമെന്റ് ആൻഡ് സെറ്റിലിംഗ് പ്രോസസ്സ്, അതേപോലെ തന്നെ പോളിമേഴ്സ്. ഈ ടോപ്പിക് ചിലപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കും അല്ലേ. ദെൻ പോളിമേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ മാനുഫാക്ചർ ഓഫ് ദ ഫോളോയിങ് പോളിമേഴ്സ്. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ABS, ദെൻ കെവ്ലാർ, അതിൻ്റെ സ്പെഷ്യാലിറ്റി ഓഫ് പോളിമേഴ്സ്, ദെൻ ഇലക്ട്രോലൂമിനെസൻസ്, അതേപോലെ ബയോപോളിമേഴ്സ്, ദെൻ അതിൻ്റെ എക്സാമ്പിൾസ്, അതിൻ്റെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ദെൻ കണ്ടക്ടിങ് പോളിമേഴ്സ്, ദെൻ ഡോപ്പിംഗ് ഇൻ കണ്ടക്ടിങ് പോളിമേഴ്സ്, പോളി അനലിന് ആൻഡ് പോളി അസറ്റിലിന്, ദെൻ അതിൻ്റെ സിന്തസിസ്, അതേപോലെ സ്ട്രക്ചർ ആൻഡ് അപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതിൽ ഈ ഒരു 10 മാർക്സ് എന്ന് പറയുന്ന സമയത്ത് പ്യൂർലി തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നാനോ മെറ്റീരിയൽസ് ആണ്, കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് ആണ് ഇതിൽ വരുന്നിരിക്കുന്നത്. കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസിൽ നമുക്ക് നാനോ മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഗ്ലാസസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരം ടോപ്പിക്സ്, പോളിമേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു മൊഡ്യൂൾ എന്ത് ചെയ്തിട്ടുള്ളത് വന്നിരിക്കുന്നത്. തിയറി സബ്ജക്റ്റ് ആണ്. തീർച്ചയായിട്ടും ഓരോ സിലബസിലുള്ള ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കെമിസ്ട്രിയുടെ സെക്കൻഡ് മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആണ് 10 മാർക്കിന്റെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. തെർമൽ അനാലിസിസ്, അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിൻസിപ്പിൾ ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് വരുന്നുണ്ട്, TGA എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് അഥവാ DTA പഠിക്കാനുണ്ട്. ദെൻ ക്രൊമാറ്റോഗ്രഫി പഠിക്കാനുണ്ട്, പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് കോളം ക്രൊമാറ്റോഗ്രഫി,
തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി, ഗ്യാസ് ക്രൊമാറ്റോഗ്രാഫി ആൻഡ് ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി ഒക്കെ അവിടെ വരുന്നത്. അതേപോലെ സ്കാനിങ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി SCM പഠിക്കാനുണ്ട്. സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അതായത് ഇതെല്ലാം ഉണ്ടല്ലോ, ഈ ടോപ്പിക് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കേൾക്കുന്ന സമയത്ത് ഒരു പുതിയ ടോപ്പിക് ആയിരിക്കും. പക്ഷേ ഇതിൽ നമ്മൾ ഓരോ കണ്ടന്റ് പഠിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലംസിലൊക്കെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ ഓരോ പോയിന്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാട്ടോ. ഇതിൽ ലൈൻ ബൈ ലൈൻ സിലബസ് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കണം. ഇനിയിപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾ, അപ്ലിക്കേഷന്, UV-VIS എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ആൻഡ് ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്, ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്, 1,3-ബ്യൂട്ടാഡൈന്, 1,3,5 ഹെക്സാട്രൈന്, അതേപോലെ ബിയർ ലാംബേർട്സ് ലോ പഠിക്കാണ്ട്, ടൈപ്സ് ഓഫ് മോളിക്കുലർ വൈബ്രേഷൻസ് പഠിക്കാണ്ട്, ആൻഡ് മോഡ്സ് ഓഫ് വൈബ്രേഷൻസ് ഇൻ CO2 ആൻഡ് H2O പഠിക്കാണ്ട്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇന്റർ ആൻഡ് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പഠിക്കാണ്ട് യൂസിങ് IR സ്പെക്ട്ര ആൻഡ് എക്സാമ്പിൾസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. അഗെയിൻ അത്ര ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കില്ലെങ്കിൽ പോലും ഇപ്പോൾ കെമിക്കൽ കഴിഞ്ഞ ആളുകൾക്ക് ഇത് ഒരു പക്ഷേ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ മൊഡ്യൂൾ 3 വരികയാണെങ്കിൽ എൻവിറോൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ 10 മാർക്സ് ഉണ്ട്. അഗെയിൻ പ്യുവർ തിയറി സബ്ജക്റ്റ് ആണ്. ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമുള്ളൂ. ഒരുപാട് ഡെപ്തിലേക്ക് ഇറങ്ങി പോകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇവിടെ നമുക്ക് അനായാസം സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ എൻവിറോൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എയർ പൊല്യൂഷൻസ്, അതിൽ പൊല്യൂട്ടൻസ് ആൻഡ് ദെയർ സോഴ്സസ്, ക്ലൈമറ്റ് ചേഞ്ച്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷന്, വാട്ടർ പൊല്യൂഷൻ പഠിക്കേണ്ട, അതിൽ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ട്രീറ്റ്മെന്റ് വരുന്നുണ്ട്. അതേപോലെ ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റ് ഫ്രം ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ അതിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ്, അതായത് ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഇലക്ട്രോ പ്ലേറ്റിംഗ്, ടെക്സ്റ്റൈൽ ആൻഡ് പെട്രോ കെമിക്കൽസ്, വാട്ടർ ട്രീറ്റ്മെന്റ് ആൻഡ് പ്യൂരിഫിക്കേഷന്, then reverse osmosis, ion exchange, energy and environment, then source of energy, അതിൽ കോള്, പെട്രോള്, നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ ഫിഷൻ, അതേപോലെ തന്നെ സോളാർ എനർജി, ഹൈഡ്രജന്, ജിയോ തെർമൽ, ടൈഡൽ ആൻഡ് ഹൈഡൽ എക്സെട്ര. ദെൻ ന്യൂക്ലിയർ പൊല്യൂഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഡിസ്പോസൽ ഓഫ് ന്യൂക്ലിയർ വേസ്റ്റ് പഠിക്കാനുണ്ട്. ന്യൂക്ലിയർ ഡിസാസ്റ്റർ ആൻഡ് ഇറ്റ്സ് മാനേജ്മെന്റ് പഠിക്കാനുണ്ട്. ബാറ്ററിയിൽ വർക്കിംഗ് ഓഫ് ലിഥിയം അയൺ ബാറ്ററി, അതേപോലെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. അപ്പോൾ ഇത്രയും ടോപ്പിക്സുകളാണ് കെമിസ്ട്രിയിൽ വരുന്നത്. അങ്ങനെ 30 മാർക്കിനാണ് ഇവിടുന്ന് 10 മാർക്ക് വരുന്നുണ്ട്. അതേപോലെ മൊഡ്യൂൾ 2 നിന്ന് 10 മാർക്ക്, മൊഡ്യൂൾ 1 നിന്ന് 10 മാർക്ക്, അങ്ങനെ ടോട്ടൽ 30 മാർക്സ് കെമിസ്ട്രിയിലും വന്നിട്ടുണ്ട്. സോ ആസ് എൻ ഓവർവ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഈ IO സിലബസിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളെല്ലാം പഠിക്കാനുണ്ടായിരുന്നു അല്ലേ? ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ സിലബസ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലിമിറ്റഡ് ആയിട്ടുണ്ട് അല്ലേ? സോ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾ കാണണം. അതായത് സിലബസ് മാറി എന്നുള്ള നെഗറ്റീവിനെക്കാട്ടിലും സിലബസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തു എന്ന് പറയുന്ന അഡ്വാൻറ്റേജിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഇതിൽ ഓരോ സബ്ജക്റ്റിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൽ പ്രോബ്ലമാറ്റിക് ആയിരിക്കോ തിയറി പേപ്പർ ആയിരിക്കോ കൂടുതലും ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് തിയറിക്ക് തന്നെയാണ് ഇതിൽ പ്രയോറിറ്റി വരാൻ സാധ്യതയുള്ളത്. പ്രോബ്ലം വരുന്നത് മാത്തമാറ്റിക്സിൽ നിന്ന് മാത്രമായിരിക്കും. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നിന്ന് റെയർ ആയിട്ട് മാത്രമേ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്, എന്നാൽ കൂടുതൽ ക്വസ്റ്റ്യൻസും വരാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ആണ്, പ്രോബ്ലമാറ്റിക് ആയിട്ട് നോക്കുന്ന സമയത്ത് വരുന്നത്. സോ അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ സബ്ജക്റ്റിനെ അനലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ ആണ് IU എക്സാം എന്ന് പറയുന്നത്. സോ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല വിജയം കരസ്ഥമാക്കാൻ പറ്റും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.